ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മൾ ഹോണ്ട ആക്റ്റീവ 3G വണ്ടി ജനറൽ സർവീസായിട്ട് കയറിയുണ്ട്. സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ബാക്ക് ബ്രേക്ക് അഴിച്ച് ചെക്ക് ചെയ്യാനുണ്ട്, ബ്രേക്ക് ലൈനർ. അപ്പോൾ മാക്സിമം ബ്രേക്ക് ലൈനർ അഡ്ജസ്റ്റിങ് കഴിഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ നമുക്കത് ബ്രേക്ക് ലൈനർ നമുക്ക് ബാക്കിൽ നിന്ന് മാറ്റിയിടേണ്ടി വരും. അതേപോലെ തന്നെ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് കയറ്റാം. എയർ ഫിൽട്ടർ ക്ലച്ചിൻ്റെ ഭാഗത്ത് നമ്മൾ ചെക്ക് ചെയ്യാനുണ്ട്. എയർ ഫിൽട്ടർ നമുക്ക് കമ്പനി ഫിൽട്ടർ തന്നെ കിടക്കണം, വേറെ കുഴപ്പമൊന്നുമില്ല, ഒറിജിനൽ ഫിൽട്ടർ തന്നെയാണ്. എന്നാൽ കാര്യമായിട്ടുള്ള പ്രോബ്ലത്തിലേക്കൊന്നും വന്നിട്ടില്ല. നമുക്ക് തുടച്ച് ക്ലീനാക്കി നമുക്ക് റീസെറ്റ് ചെയ്യാം. ക്ലച്ചിൻ്റെ ഭാഗത്തായാലും പറയത്തക്ക ഓയിൽ ലീക്കേജ് കാര്യങ്ങൾ വേറെ പ്രോബ്ലം ഒന്നുമില്ല. വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, റോളർ അടങ്ങുന്ന യൂണിറ്റാണ്. അപ്പോൾ അത് നോക്കുമ്പോഴും ചെറിയൊരു തേമാന വ്യത്യാസമൊക്കെ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ നിലവിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല. നമുക്കങ്ങനെ എയർ അടിച്ചൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി. ബെൻഡെക്സിൻ്റെ ആയാലും പെർഫോമൻസ് വർക്കിംഗ് ഒക്കെ ഓക്കെയാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. ക്ലച്ച് യൂണിറ്റും CVT ക്ലച്ചിൻ്റെ യൂണിറ്റ് ആയാലും ഓക്കെയാണ്, വേറെ കംപ്ലയിൻ്റ് എന്ന് പറയാനായിട്ടൊന്നുമില്ല. ബെൽറ്റിൻ്റെ ഭാഗം നോക്കുമ്പോൾ ബെൽറ്റ് കമ്പനി ബെൽറ്റാണ്. അതിൻ്റെ സെൻറ്റർ ഭാഗമൊക്കെ ചെറിയൊരു പൊട്ടൽ പോലെയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇപ്പം ഒന്നും മാറ്റൊന്നും വേണ്ട, പരമാവധി ഉപയോഗിക്കാം. കുറേ കിടന്ന് ഓടിക്കോളും, കുഴപ്പമൊന്നുമില്ല. കിക്കറിൻ്റെ കവറോ അല്ലെങ്കിൽ കിക്കർ വീലൊക്കെ ഒന്ന് വെച്ച് ഗ്രീസ് ചെയ്യുക. അത്യാവശ്യം പൊടി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും, ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ മതി. ഇത് നമുക്ക് സർവീസിനകത്ത് ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ഉൾപ്പെടുത്തിയതെന്ന് വെച്ചാൽ ക്ലച്ച് ഡ്രൈ ടൈപ്പ് ക്ലച്ച് വരാം. അപ്പോൾ അതിൻ്റെ നമ്മൾ ഓരോ സർവീസിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യണം. എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ള ഭാഗമാണത്. ഓട്ടോ ക്ലച്ച് ആയതുകൊണ്ടും തന്നെയല്ല ഈ ഭാഗത്ത് നമുക്ക് അതിൻ്റെ ഓയിലോ കാര്യങ്ങളൊന്നും വന്നില്ല. ഗ്രീസിങ്ങൊക്കെ നമ്മൾ മാനുവലായിട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടും കൂടി അഴിച്ചാണ് കേട്ടോ. പിന്നെ ഈ ഭാഗത്തേക്ക് നമ്മൾ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്ത് പറയത്തൊക്കെ ലീക്ക് കാര്യങ്ങളൊന്നുമില്ല. ചോക്കിൻ്റെ കേബിളൊക്കെ വർക്കിംഗ് ഓക്കെയാണ്. ആക്സിലേറ്റർ കേബിൾ ആയാലും സ്മൂത്താണ്, വേറെ പ്രോബ്ലം ഒന്നുമില്ല കേട്ടോ. ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് നമുക്ക് ഈ സസ്പെൻഷൻ്റെ ബെയറിങ്, സസ്പെൻഷൻ്റെ ബുഷ് ചെറിയൊരു കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ട്, ലിങ്ക് ബുഷ്. അതതിൻ്റെ ഉള്ളിലത്തെ കോളർ മാത്രം മാറ്റിയിട്ട് നമുക്കൊന്ന് റീസെറ്റ് ചെയ്യാം. അതേപോലെ തന്നെ ഈ ഫ്രണ്ടിലത്തെ ഈ റബ്ബർ ബുഷിൻ്റെ ഇതൊന്ന് മാറ്റിയിടാം, ഗ്രീൻ ബുഷ് ഒന്ന് ചേഞ്ച് ചെയ്തിടാം. കാരണം അത്യാവശ്യം പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്ത് കയറ്റാം. ബ്രേക്ക് ലൈനർ കമ്പനി ലൈനറാണ്, അല്ലെങ്കിൽ വേറെ കുഴപ്പമൊന്നുമില്ല. ഫ്രണ്ടിലത്തെ നമുക്ക് അത് തന്നെ ഉപയോഗിക്കാം. ബ്രേക്കിൻ്റെ കേബിളൊക്കെയായാലും വേറെ കംപ്ലയിൻറ്റോ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. പിന്നെ ബാറ്ററിയുടെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ട് 2023 മോഡൽ ഇരിക്കുന്നത്, ആമറോണിൻ്റെ ബാറ്ററിയാണ്. എൻ്റെ വോൾട്ട് നോക്കുമ്പോൾ 12.92 വോൾട്ട് കാണിക്കുന്നുണ്ട്. ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്. ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ഓക്കെ ആയിട്ട് തന്നെയാണ് കാണിച്ചേക്കണേ. 2023 എന്ന് പറയുമ്പോൾ വാറണ്ടിയിലുള്ള ബാറ്ററിയാണ്, വേറെ കംപ്ലയിൻ്റ് ഒന്നും ഉണ്ടായിട്ടല്ല. സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്ത് പോകണമെന്നുള്ളൂ. പിന്നെ അതേപോലെ സ്പാർക്ക് പ്ലഗ് ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് ഒന്ന് ക്ലീൻ ചെയ്താൽ മതി, വേറെ കംപ്ലയിൻ്റ് ആയിട്ടില്ല. കൂട്ടത്തിൽ പിന്നെ നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഓയിൽ കൂടി മാറണുണ്ട്. അപ്പോൾ നിലവിൽ സർവീസ് സംബന്ധമായിട്ടുള്ള വർക്കുകളുള്ളൂ. പിന്നെ അതിനകത്ത് നമുക്ക് ആ ബാക്ക് ബ്രേക്ക് ഷൂ, ഫ്രണ്ടിലത്തെ ഗ്രീൻ ബുഷും കോളർ ബുഷും എഞ്ചിൻ ഓയിൽ ഇത്രയായിട്ട് നമുക്ക് മാറ്റേണ്ടതായിട്ട് തന്നെ പാർട്സുകൾ ഉണ്ടാവും. ബാക്കിത്തെ സർവീസുമായി ബന്ധപ്പെട്ട വർക്കുകളുള്ളൂ. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. അപ്പോൾ വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി. അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ.